കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്നുള്ള ചില വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈ അധ്യായത്തിൽ കർത്താവ് പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആദ്യമായി നാം ഇവിടെ കാണുന്നത് ശിഷ്യന്മാർ കർത്താവിൻ്റെ ശ്രദ്ധയെ ആലയത്തിൻ്റെ മനോഹാരിതയിലേക്ക് ആകർഷിക്കുന്നതിനെയാണ്. യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്ന്, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തു എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. മത്തായി സുവിശേഷം 24-1 മുതൽ 3 വാക്യങ്ങളിൽ അത് കാണുന്നു. അതിന് പ്രത്യുത്തരമായി, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് കർത്താവ് അവരോട് പ്രതികരിച്ചു. തുടർന്ന് 3-ാം വാക്യത്തിൽ, താൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി തൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. പ്രഥമ ചോദ്യം അതെപ്പോൾ സംഭവിക്കും എന്നായിരുന്നു. രണ്ടാമതായി, അങ്ങയുടെ വരവിനുള്ള അടയാളം എന്താണ് എന്ന് ചോദിച്ചു. മൂന്നാമതായി, ലോകാവസാനത്തിനുള്ള അടയാളം എന്ത് എന്നും അവർ ചോദിച്ചു. അതിന് യേശുക്രിസ്തു മറുപടി പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നായിരുന്നു. ഈ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള മറുപടി നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതായിരുന്നു. ഈ കാര്യങ്ങളിൽ നാം വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. യെരുശലേമിൻ്റെ നാശം സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അത് നമുക്ക് പ്രസക്തമല്ല. മറ്റു 2 കാര്യങ്ങളിൽ നാം വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. കർത്താവിൻ്റെ വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും അടയാളം എന്തായിരിക്കും? ഇതിനുത്തരമായി യേശു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഈ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അധർമ്മം പെരുകുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് കർത്താവ് പറയുന്നു. അധർമ്മം പെരുകും. അത് അന്ത്യകാലത്തിൻ്റെ ഒരു അടയാളമാണ്. ഭൂമിയുടെ മുഖത്ത് മുമ്പൊരിക്കലും കാണാത്ത വിധം എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും നാം അധർമ്മം കാണുന്നു. കുടുംബങ്ങളിൽ നാം അത് കാണുന്നു. സഭയിൽ നാം അത് കാണുന്നു. ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ നാം അത് കാണുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ, ഇത് ഒരു അന്ത്യകാല അടയാളമാണ്. സ്നേഹം തണുത്തു പോകും എന്നാണ് ഇവിടെ കാണുന്നത്. സ്നേഹം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അത് ദൈവമക്കൾക്കുള്ള ഒരു പ്രത്യേക കഴിവിനെയാണ് കുറിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കുവാനുള്ള കഴിവ് തണുത്ത് അഥവാ കുറഞ്ഞു പോകും. കർത്താവിനെയും അവൻ്റെ വഴികളെയും സ്നേഹിക്കുവാനുള്ള കഴിവ് കുറഞ്ഞു പോകും. വിശുദ്ധന്മാരെ, ഇന്ന് നാം അത് കാണുന്നുണ്ടോ? ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം. അധർമ്മം ദൈവഹിതം ചെയ്യുന്നതിന് പകരം നമ്മുടെ സ്വന്തം ഹിതം ചെയ്യുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. അത് ദൈവത്തെയും സത്യത്തെയും സ്നേഹിക്കുവാനും അനുസരിക്കുവാനുള്ള കഴിവിനെ കുറയ്ക്കും. സത്യത്തെ സ്നേഹിക്കുവാനുള്ളതായ കഴിവും സത്യത്തെ അനുസരിക്കാനുള്ള കഴിവും കർത്താവിനെയും അവൻ്റെ വഴികളെയും സ്നേഹിക്കാനുള്ള കഴിവും തണുത്തു പോകും. ക്രമേണ ജീവിതത്തിൽ ദിനം പ്രതി അത് കുറയും. ഒരു കാലത്ത് ദൈവത്തെയും സത്യത്തെയും ഹൃദയംഗമായി സ്നേഹിച്ചവർക്ക് ഇപ്പോൾ ആ സ്നേഹമില്ല. അനേകർക്ക് സത്യത്തിന് സ്വയം സമർപ്പിക്കുന്ന ആ കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധന്മാരെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സ്വയം പരിശോധിക്കാം. ഒരു സമയത്ത് നമുക്കുണ്ടായിരുന്ന ആ കഴിവ് കുറഞ്ഞുപോയോ? കർത്താവിനെയും തൻ്റെ വഴികളെയും സ്നേഹിക്കാനുള്ളതായ കഴിവും തൻ്റെ ശബ്ദം അനുസരിക്കാനുള്ള കഴിവും നമുക്കുണ്ടോ? ഇത് സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു. ഇത് അന്ത്യകാലത്തിൻ്റെ അടയാളമാണ്. ഇത് നമുക്ക് സംഭവിക്കുകയില്ല എന്ന് നാം കരുതരുത്. അത് കർത്താവിനെ സ്നേഹിച്ചവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കർത്താവിനെ സ്നേഹിച്ചവർക്ക്, ആ കഴിവുള്ളവർക്ക് അത് കുറഞ്ഞു പോകും എന്നാണ് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അനേകർ എന്നത് അർത്ഥമാക്കുന്നത് ന്യൂനപക്ഷത്തെ അല്ല, ഭൂരിപക്ഷത്തെയാണ് എന്ന് നമുക്ക് ഓർക്കാം. ശേഷിപ്പിൻ്റെ തത്വം ദൈവത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത തത്വമാണ് എന്ന് നാം ഓർക്കണം. പലരുടെയും സ്നേഹം തണുത്തു പോകും. ഒരു കാലത്ത് അവർ കർത്താവിനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ സ്വന്തം ഇഷ്ടം ചെയ്യാനുള്ളതായ ഈ സമ്മർദ്ദം എല്ലായിടത്തും ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നാം ശ്രദ്ധയുള്ളവരല്ലെങ്കിൽ
അത് നമ്മെ സ്വാധീനിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 18:8. ഇവിടെ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തെ കർത്താവ് നമുക്ക് മുൻപിൽ വയ്ക്കുന്നു. ഒരു ശേഷിപ്പ് മാത്രമേ വിശ്വാസമുള്ളവരായി കാണുകയുള്ളൂ എന്നാണിത് അർത്ഥമാക്കുന്നത്. ഇതിലൂടെ ദൈവം ഒരു മുന്നറിയിപ്പിൻ്റെ കാഹളമാണ് ധ്വനിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്നതിനുള്ള ഒരു വചനമാണ് എന്ന് നമുക്ക് ഓർക്കാം. ഇത് നമ്മെ ഉണർത്തുന്നതിനായി ദൈവം ധ്വനിപ്പിക്കുന്ന കാഹള ശബ്ദമാണ്. എല്ലാവരും അതിന് ചെവി കൊടുക്കുകയില്ല എന്നും എല്ലാവരും ഉണരുകയില്ല എന്നും ദൈവത്തിനറിയാം. ആ ശബ്ദത്താൽ ഉണർത്തപ്പെടുന്ന ഒരു ശേഷിപ്പ് തീർച്ചയായും ദൈവത്തിന് ഉണ്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷം 24:36 യേശു പറഞ്ഞ വാക്കുകളെ നമുക്ക് ഓർക്കാം. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. തുടർന്ന് താൻ ഇങ്ങനെ പറയുന്നു: നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. കർത്താവ് തിരിച്ചു വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അതാണ് ശ്രദ്ധയോടെ നാം വിചിന്തനം ചെയ്യേണ്ട കാര്യം. നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് നാം മേലുദ്ധരിച്ച വാക്യങ്ങളിൽ കണ്ടുവല്ലോ. നോഹയുടെ കാലത്തെ പോലെ തന്നെ ആയിരിക്കും എന്ന് യേശു പറഞ്ഞു. ആ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആയിരിക്കും. നോഹയുടെ കാലത്ത് എല്ലാവരും അവരുടെ ദൈനംദിന ജീവിതത്തിൽ വ്യാപൃതരായിരുന്നു. അവർ വ്യാപൃതരായിരുന്ന കാര്യങ്ങൾ തികച്ചും ന്യായമായ ആവശ്യങ്ങളായിരുന്നു. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അവ തികച്ചും ആവശ്യമായ കാര്യങ്ങൾ തന്നെ ആയിരുന്നു. എന്നാൽ നോഹ തികച്ചും വ്യത്യസ്തനായ മനുഷ്യൻ ആയിരുന്നു. താൻ ദൈവശബ്ദം കേട്ട് അതിനെ അനുസരിച്ച് ജീവിച്ചു, അതിനെ പ്രസംഗിച്ചു. താൻ ദൈവത്തിൽ നിന്നും കേട്ട വചനത്താൽ വരുവാൻ പോകുന്ന ദൈവത്തിൻ്റെ നീതിയുടെ ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. 100 വർഷങ്ങൾ താൻ ആ വചനത്തിൽ അനുസരണമുള്ളവനായി ജീവിച്ച് ആ നീതിയുടെ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ആ നീതിയുടെ വചനം എന്തായിരുന്നു? ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായവിധി വരുന്നു എന്നതായിരുന്നു അത്. താൻ വിശ്വസ്തയോടെ അതിനെ പ്രസംഗിച്ചു. എന്നാലും അത് തൻ്റെ കുടുംബം ഒഴികെ മറ്റാരെയും ഉണർത്തിയില്ല എന്ന് നമുക്ക് ഓർക്കാം. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന കർത്താവിൻ്റെ ശബ്ദം നമ്മെ ഉണർത്തുമാറാകട്ടെ. ദൈവം നമ്മെ സഹായിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ.